ആണവ ബോംബ് വർഷിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അമേരിക്കൻ പ്രസിഡന്റാണ് ഐസനോവർ. ആ ഐസനോവറെ പോലും കബളിപ്പിച്ചുകൊണ്ട് ആറ്റം ബോംബുണ്ടാക്കിയ രാജ്യമാണ് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത്. ആ ഇസ്രയേലിൻ്റെ കയ്യിൽ ആണവായുധങ്ങളില്ലേ? എന്തുകൊണ്ടാണ് ആണവ ക്ലബിലെ സമ്പന്നരായ രാജ്യങ്ങൾ, അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ ആണവ ബോംബുണ്ടാക്കുന്നു എന്നാരോപിച്ച് ആ രാജ്യത്തിനെതിരായിട്ട് ബോംബിടാൻ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന് മൗനസമ്മതം കൊടുക്കുന്ന അമേരിക്കയിലെയും പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളിലെയും സാമ്രാജ്യത്വ നേതാക്കൾ എന്തുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ ആണവശേഖരത്തെക്കുറിച്ച് പറയാത്തത്? ലോകത്തിലെ ഏറ്റവും കടുത്ത വംശവിദ്വേഷം, വംശീയ ഉന്മാദത്തിനധിഷ്ഠിതമായ ഒരു ഭരണകൂടമല്ലേ ഇസ്രയേൽ ഭരണകൂടമെന്ന് പറയുന്നത്? ഇറാനിലെ മതഭരണകൂടത്തെക്കാൾ ഭീകരമായ വിദ്വേഷ പ്രത്യയശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്ന, വംശീയ ഉന്മൂലനത്തിൻ്റെതായ നീണ്ട ചരിത്രമുള്ള, കൂട്ടക്കൊലകളുടെ ചരിത്രമുള്ള ഒരു രാജ്യമല്ലേ ഇസ്രയേൽ? ആ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ആണവായുധങ്ങൾ, അവരുടെ ആണവായുധ നിർമ്മാണം, ഈ കാര്യത്തെക്കുറിച്ച് അമേരിക്ക അണിയറയിൽ നിന്ന് നയിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്തുകൊണ്ടാണ് പ്രശ്നം ഉന്നയിക്കാത്തത്?